നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴങ്ങിക്കേട്ട പ്രചരണ ഗാനങ്ങളിൽ ഒന്നായിരുന്നു പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തോടനുബന്ധിച്ച് യു ഡി എഫിൻ്റെ പ്രചരണ ഗാനമായിരുന്നു. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്നാണ് അന്ന് UDF ആ ഗാനത്തിലൂടെ ജനങ്ങളെ കേൾപ്പിച്ചത്. ആ ഗാനം വലിയ രീതിയിൽ പ്രചാരം നേടി. ഇന്ത്യക്ക് പുറത്തു പോലും ചില വിദേശികൾ പോലും ആ ഗാനം ഏറ്റുപാടുന്ന ചില സന്ദർഭങ്ങൾ മാധ്യമങ്ങളിലൂടെ നാം കണ്ടറിയുകയുണ്ടായി. ഈ ഗാനം ഇടതുപക്ഷത്തിൻ്റെ ദയനീയമായ പരാജയത്തിന് ഒരു കാര്യമായി. ശബരിമല സ്വർണ്ണക്കൊള്ള ഇടതുപക്ഷത്തിൻ്റെ പരാജയ കാരണങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്ന് ഇടതുപക്ഷത്തിൻ്റെ പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം ഇത് ഉയർന്നു വരികയും ചെയ്തു. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി. അന്ന് 2018 മുതൽ തന്നെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയിൽ ദേവസ്വം പ്രതിനിധികളായി, അതായത് ഓരോ സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രതിനിധികളായി ദേവസ്വം പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറെയും എല്ലാം നിയമിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ CPM-ന്റെ ദേവസ്വം കമ്മീഷണറായി ദേവസ്വം പ്രസിഡന്റായും എല്ലാം N. വാസു അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു N. വാസു. അതുപോലെ A. പത്മകുമാർ മുൻ CPM-ന്റെ കോന്നി MLA ആയിരുന്നു. ഇവരുമെല്ലാം അവിടെ ശബരിമലയിൽ കൃത്യമായ സേവനങ്ങൾ അനുഷ്ഠിച്ച ആളുകളാണ്. ഇവരാണ് പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT-യുടെ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ആളുകൾ. പിന്നീട് SIT ഒരു കുറ്റപത്രം പോലും ഈ കേസിൽ സമർപ്പിക്കാതിരുന്നതിൻ്റെ പേരിൽ അവർക്ക് പുഷ്പം പോലെ ഇറങ്ങിപ്പോകാൻ സാധിച്ചു. അതും പിണറായി വിജയൻ സർക്കാർ തൻ്റെ സഖാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി SIT-യെ സ്വാധീനിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതാണ് എന്നുള്ള ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു. അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ശബരിമലയിലെ ദ്വാരപാലക ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പപാളികൾ ഉണ്ടായിരുന്ന സ്വർണവും ആ ശില്പപാളികൾ അങ്ങനെ തന്നെ അഴിച്ചുകൊണ്ടുപോയി ചെന്നൈയിലുള്ള ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് സ്വർണം വേർതിരിച്ചെടുത്ത് കൊള്ള ചെയ്ത് മാറ്റിയത്. അതുപോലെ ശബരിമലയിലെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം ഇങ്ങനെ തന്നെയാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി ദേവസ്വത്തിൻ്റെ മാനുവൽ നിയമാവലികൾ ലംഘിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം കൊള്ള ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അന്ന് ദ്വാരപാലക ശില്പങ്ങളിലേതടക്കമുള്ള പാളികളിലെ സ്വർണം ഉരുക്കി മാറ്റിയത് സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ചായിരുന്നു, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ചായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ SIT-ക്ക് മൊഴി നൽകിയത്. അന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു. പ്രദീപ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മാധ്യമവും അദ്ദേഹത്തോട് ചോദിക്കാതെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ചില കളവുകളുണ്ട്. അതായത് ശബരിമലയിൽ നിലവിൽ സ്വർണം പൂശിയിരുന്ന പഴയ ചെമ്പുപാളികൾ, അതായത് ചെമ്പുപാളികളിലാണ് സ്വർണം പൂശിയിരുന്നത്. ഈ പാളികൾ കൊണ്ടുവന്നാൽ, നിലവിലുള്ള സ്വർണം പൂശിയിരിക്കുന്ന പാളികൾ കൊണ്ടുവന്നാൽ ഒരു കാരണവശാലും സ്മാർട്ട് ക്രിയേഷൻസിൽ ഉള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതൊരിക്കലും വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. പുതിയ ചെമ്പ് പാളികളിൽ സ്വർണം പൂശുന്ന പ്രക്രിയ മാത്രമാണ്, അതിനുള്ള സാങ്കേതിക വിദ്യ മാത്രമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലുള്ളത്. അല്ലാതെ നിലവിൽ എവിടെയെങ്കിലും സ്വർണം പൂശി വെച്ചിരിക്കുന്ന ആ പാളികൾ ഇളക്കി കൊണ്ടുവന്ന് അതിൽ വീണ്ടും സ്വർണം പൂശുന്നതിനോ അതിൽ ഉള്ള സ്വർണം ഇളക്കി മാറ്റുന്നതിനോ ഉള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ല എന്നാണ് അന്ന് ഈ പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. ആരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആരുടെയൊക്കെ താല്പര്യപ്രകാരം തന്നെയാണ് അന്ന് പ്രദീപ് അത്തരത്തിൽ സംസാരിച്ചത് എന്ന് വ്യക്തം. ആരും പ്രദീപിനെ വിളിച്ച് ഇത്തരത്തിലൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻസിനോട് അന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനും എത്രയോ നാളുകൾക്ക് ശേഷമാണ് പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കെല്ലാം അന്വേഷണം വ്യാപിക്കുന്നതും പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതും. അതായത് സ്മാർട്ട് ക്രിയേഷൻസ് CEO അടക്കമുള്ള പങ്കജ് ഭണ്ഡാരിയെ അതിനുശേഷമാണ് ചോദ്യം ചെയ്യുന്നത്. അതിനു മുമ്പായി കൊണ്ടാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിനിധിയായി വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് അവിടെ പഴയ ചെമ്പുപാളികളിലുള്ള സ്വർണം പുതുക്കി പൂശുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സ്വർണം വേർതിരിക്കുന്നതിനോ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയില്ല. ഞങ്ങൾ പുതിയ ചെമ്പുപാളികളിൽ മാത്രം സ്വർണം പൂശി കൊടുക്കുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആ പ്രദീപ് കുമാറിനെയാണ് ഇപ്പോൾ, അതായത്
പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉള്ള സാങ്കേതിക പരിപാടികൾ നടന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ മറച്ചു വയ്ക്കുകയും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പ്രതിനിധിയായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഒരു അഭിഭാഷകനെ തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്ലീഡറായി സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അങ്ങനെ ഒരു തസ്തിക തന്നെ ഇല്ല. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി കോടതിയിൽ വരുമ്പോൾ ആ വാദങ്ങളെല്ലാം കേട്ട് അതിൻ്റെ പ്രാഥമിക വാദങ്ങൾ കേൾക്കേണ്ടയാളും അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കൊടുക്കേണ്ട ആളുമാണ് ഗവൺമെൻറ് പ്ലീഡർ. അതായത് പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കൃത്യമായി പറയേണ്ട ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ തന്നെയാണ്, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി സംസാരിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ആ സ്വർണ്ണ കൊള്ള മുതൽ ഒതുക്കിയ ഒരു സ്ഥാപനത്തിൻ്റെ അഭിഭാഷകൻ തന്നെയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വാദിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയമിച്ച അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. വി.ഡി. സതീശൻ സർക്കാരിനെ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നതിന് വേണ്ടി ആരോ മനഃപൂർവ്വമാണ് ഇത്തരം ചില ചെയ്തികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാരണവശാലും ഇത് അനുകൂലിക്കുന്ന വിഷയമേ ഇല്ല എന്നാണ് വി.ഡി. സതീശൻ ഈ വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞത്. അദ്ദേഹം മനഃപൂർവ്വം എത്രയും പെട്ടെന്ന് പ്രദീപ് കുമാറിൻ്റെ രാജി എഴുതി മേടിക്കുകയായിരുന്നു, രാജി ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെയാണ് അതിൻ്റെ ചില രഹസ്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടത്. അതായത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച നേതാവും പിണറായി വിജയൻ സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കി പ്രതികരിച്ച നേതാക്കന്മാരിൽ പ്രമുഖൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ തന്നെയായിരുന്നു. ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ അന്യസംസ്ഥാനത്ത് വിശ്വാസിയായ ഒരു വ്യാപാരിക്ക് കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തനിക്ക് അറിയാം എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായി. ആ വി.ഡി. സതീശൻ തന്നെയാണ് ഇപ്പോൾ ശബരിമല കേസ് കോടതിയിൽ വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ആ കേസ് കേൾക്കുകയും അതിനുവേണ്ടി വാദം ഉന്നയിക്കുകയും ചെയ്യേണ്ടി വരുന്ന സ്ഥാനത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ ഒതുക്കിയ ഒരു കമ്പനിയുടെ അഭിഭാഷകനെ തന്നെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരുപക്ഷെ വി.ഡി. സതീശനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശനെ ഇത്തരം കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്താതെ തന്നെയായിരിക്കണം ഇത്തരം നിയമനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശനോ അല്ലെങ്കിൽ സർക്കാരിലെ പ്രമുഖരോ അറിയാതെ സർക്കാരിനുള്ളിൽ തന്നെ മറ്റ് സമാന്തരമായി മറ്റൊരു സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഈ വിവരം വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദീപ് കുമാറിൻ്റെ രാജി ഉടൻ തന്നെ എഴുതി വാങ്ങിക്കുകയുണ്ടായി. രാജി എഴുതി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നിയമന ഉത്തരവ് നടത്തി എന്ന് വേണമല്ലോ അതിൽ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരാളെ നിയമിച്ചു എന്ന് ഉത്തരവ് ഇറങ്ങുകയാണെങ്കിൽ ഉത്തരവ് ക്യാൻസൽ ചെയ്താൽ പിന്നെ അവിടെ നിയമിച്ചിട്ടില്ല, എന്നാൽ നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ചത് കൊണ്ട് തന്നെയാണ് രാജി എഴുതി വാങ്ങിക്കേണ്ടി വന്നത്. എന്തായാലും ഇത്തരം ശ്രദ്ധക്കുറവുകൾ ഒരു കാരണവശാലും വി.ഡി. സതീശനെ പോലുള്ള പരിണിതപ്രജ്ഞനായ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പൻ്റെ വലിയൊരു ഭക്തനായ, ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിലും പിണറായി വിജയൻ നേർക്കും ഒരേപോലെ തന്നെ ശബ്ദമുയർത്തി സംസാരിച്ച് അതിന് പ്രതിഷേധിച്ച ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആ സർക്കാരിന് വേണ്ടി ഹാജരാവേണ്ട ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി നിൽക്കേണ്ട ഒരാളെ സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ഒതുക്കിയ ആളുകളുടെ അഭിഭാഷകനെ തന്നെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസം തന്നെയാണ്. സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്, അയ്യപ്പ വിശ്വാസികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും വി.ഡി. സതീശൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഉടനെ തന്നെ നിയമനം റദ്ദാക്കിയിരിക്കുന്നു, രാജി എഴുതി മേടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്ന കാര്യത്തിലും സർക്കാരിന് വീഴ്ച പറ്റിയത്. സണ്ണി ജോസഫിൻ്റെ അളിയനെ തന്നെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. അദ്ദേഹത്തിന് മതിയായ യോഗ്യതകളുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നിരയുടെ വായടപ്പിക്കുന്നതിന് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല. അതായത് ബന്ധുത്വ നിയമനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു, വി.ഡി. സതീശൻ സർക്കാർ നീങ്ങുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെന്നി തോമസിനെയും ഉടൻ തന്നെ സണ്ണി ജോസഫിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് സതീശന് ഇടപെടേണ്ടി വന്നു. എന്തായാലും രണ്ട് നിയമനങ്ങളും സർക്കാരിൻ്റെ ഈ രണ്ട് നിയമനങ്ങളിലും ജനകീയമായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൊണ്ട് വി.ഡി. സതീശന് അത് നിരാകരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പുത്തരിയിൽ കല്ല് കടിച്ച അനുഭവമായി. ഇനിയും വി.ഡി. സതീശൻ ഇത്തരത്തിൽ പല ആളുകളുടെയും അഭിപ്രായം കേട്ടുകൊണ്ട് കൂടിയാലോചനകളില്ലാതെ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഊർജിതമായ അന്വേഷണം വി.ഡി. സതീശൻ്റെ കാലത്ത് നടക്കും എന്ന് പ്രതീക്ഷിക്കാം.